സെൽഫ് ലവ് ആണല്ലേ. നമ്മളെല്ലാവരും നമ്മളെ സ്നേഹിക്കണം അല്ലെ. നമ്മളുടെ ലൈഫ് ഏതാണോ, എന്ത് സാഹചര്യത്തിലാണോ നമ്മളുള്ളത്, ആ ഒരു ലൈഫിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അവിടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് സെഷൻസിലൊക്കെ ആയിട്ട് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായി. നമ്മള് നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച്. ആ അക്സെപ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ നമുക്ക് എല്ലാ മനുഷ്യർക്കും എല്ലാ മനുഷ്യർക്കും എന്തുണ്ടാവും, പലതരത്തിലുള്ള ഡിഫിക്കൽട്ടീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവരുടെ ലൈഫില്. ഒരുപാട് വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ പോകുന്ന ആളുകൾ ഉണ്ടാവും. പലപ്പോഴും പല കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് ഡൗൺ ആയിട്ട് ചിലപ്പോ ഇനി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്ന അത്രയ്ക്കും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ പോകുന്നവരുണ്ടാവും. ചില ആളുകൾക്ക് ജീവിക്കാൻ താല്പര്യം ഉണ്ടാവില്ല, എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ജീവിച്ച് മരിച്ചാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. ഇല്ലെങ്കിൽ എന്താണ് എല്ലാവരും ഇങ്ങനെ അങ്ങനെയൊക്കെ വിചാരിച്ച് ഇങ്ങനെ കുറ്റബോധത്തിലും അതുപോലെ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്തും ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടാവും. അപ്പോ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും നമ്മളുടെ ആ ഒരു സിറ്റുവേഷൻ, ഓക്കെ എനിക്കിത് ഏറ്റവും ബെസ്റ്റ് ആണ്, എൻ്റെ റബ്ബ് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയത് മാത്രമേ തരൂ, എനിക്ക് ഈ ഒരു സാഹചര്യത്തിലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇല്ലെങ്കിൽ ഇനിയിപ്പോ എന്താ പറയാ, ഈ ഒരു സാഹചര്യം മാത്രമാണ് എനിക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിൽ നമുക്ക് ഇനി പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുത്തിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ എന്ത് സാഹചര്യമാണോ അതിനെ നമ്മൾ നേരിടുക എന്നുള്ളതാണ്. അതിനൊരു ശരിക്കും പറഞ്ഞാൽ ഈ അക്സെപ്റ്റൻസിന്റെയും അതുപോലെ ഈ സെൽഫ് ലവിന്റെ ഒക്കെ ഒരു കീ പോയിന്റ് എന്ന് പറഞ്ഞാൽ എല്ലാം ചെന്നെത്തുന്നത് ഒരു സറണ്ടറൻസിലേക്കാണ്. കാരണം ആ ഒരു സമർപ്പണം. റബ്ബ് നമുക്കറിയില്ല നമ്മുടെ ലൈഫ് എങ്ങനെയാ, ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഏറ്റവും ബെസ്റ്റ് ആവുന്നത് എങ്ങനെയാ, നമുക്കിനി വരാനിരിക്കുന്ന ഗിഫ്റ്റ് എങ്ങനെയൊക്കെയാ, ഇതൊന്നും നമുക്കറിയില്ല. നമ്മുടെ ലൈഫ് ശരിക്കും ഇപ്പോ പറയുകയാണെങ്കിൽ ഒരു ഉറുമ്പ് ഈ ഒരു ടേബിളിൽ നിന്ന് ഈ ഒരു ടേബിളിലേക്ക് പോകുന്നുണ്ടാവും. അപ്പോൾ ഈ ഉറുമ്പ് ഇങ്ങനെ നോക്കുമ്പോൾ എന്താണ്, അവിടെ കുറച്ച് കുറെ പ്രതിസന്ധികളൊക്കെ ആയിട്ട് ഇങ്ങനെ 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 പോവാം. അവിടെ വെള്ളമുണ്ട്. അപ്പൊ വെള്ളത്തിന്റെ ഒക്കെ ഇപ്പുറത്തെ കൂടെ കുറച്ച് കഷ്ടപ്പെട്ടില്ല ഇങ്ങനെ ഇങ്ങനെ കഷ്ടപ്പെട്ട് പോവാം ഉറുമ്പ്. അപ്പൊ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വളരെ ഈസിയാ, കാരണം ഇവിടെ ഉള്ളതും ഇത് നമ്മളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ ഈസിയാ. ഇതുപോലെയാണ് റബ്ബ്. നമ്മളിങ്ങനെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുക, ഇതിന്റെ ഇടയിൽ കുറെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ ചിലപ്പോൾ നമ്മളെ ഒരു പിടി ഉയർത്താനായിരിക്കും. ഇല്ലെങ്കിൽ റബ്ബ് ഉണ്ട് കേട്ടോ, നിങ്ങളുടെ കൂടെ റബ്ബ് ഉണ്ട് കേട്ടോ സോലിഹ, നിന്റെ കൂടെ എപ്പോഴും റബ്ബ് ഉണ്ട്. നീ ചെയ്യുന്നതൊക്കെ റബ്ബ് കാണുന്നുണ്ട്. ആരൊക്കെ എന്തൊക്കെ ഉണ്ടെങ്കിലും നിനക്ക് ആ ഒരു ഇതുണ്ട്, ആ ഒരു ഗൈഡൻസ് എപ്പോഴും ഉണ്ട്. ആസിയ അല്ലെങ്കിൽ നസ്രിയ, നിങ്ങളുടെ കൂടെ എപ്പോഴും റബ്ബ് ഉണ്ട് കേട്ടോ. എല്ലാ കാര്യവും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ പ്രയാസവും ആരില്ലെങ്കിലും റബ്ബ് ഉണ്ട് എന്നുള്ള ആ ഒരു റിമൈൻഡർ തരാനായിരിക്കും. ഇല്ലെങ്കിൽ റബ്ബിനെ കുറിച്ച് ഒന്ന് ഓർക്കാനായിരിക്കും. ഒന്ന് ആഹ് ഈ ഇങ്ങനെ നമ്മുടെ റബ്ബിന്റെ കാരുണ്യം, ആ ഒരു സ്നേഹം, ആ ഒരു കരുതല്, ഇതൊക്കെ ഒന്ന് ഓർക്കാനായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് നല്ല രീതിക്ക് എടുക്കാം. ഒരു മോമിനായ മനുഷ്യനാണെങ്കിലും അവന്റെ ജീവിതത്തിൽ അവന്റെ കാര്യം വലിയ അത്ഭുതമാണെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവന്റെ കാലിൽ ഒരു മുള്ളു കൊണ്ടാലും അവനക്ക് എന്ത് പറ്റിയാലും എന്ത് അവന്റെ ജീവിതത്തിൽ നടന്നാലും അത് അവനക്ക് ഹൈറാണ്. കാരണം അവൻ അതിനെ അങ്ങനെ കാണും. ഇപ്പൊ നമ്മളുടെ ജീവിതത്തിൽ ഒരു പ്രയാസം വരുമ്പോൾ നമ്മൾ വിചാരിക്കും എന്ത് കഷ്ടപ്പാടാ, എന്താ എൻ്റെ റബ്ബ് എപ്പോഴും എനിക്ക് ഇങ്ങനെ എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാല് നമുക്ക് അതിലൊരു ബ്ലെസ്സിങ് ഒട്ട് കിട്ടില്ല എന്ന് മാത്രമല്ല, എന്തിനാണോ അതൊരു ഗിഫ്റ്റ് ആയിട്ട് വന്നത് അത് മടങ്ങി പോകും. അപ്പോൾ നമ്മളുടെ ജീവിതത്തെ ഒരു സറണ്ടറൻസ് മോഡിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയാൽ ഒരു റബ്ബിലേക്കുള്ള ആ ഒരു സമർപ്പണം അത് എനിക്ക് നല്ലതേ തരൂ. അതിൻ്റെ ഇടയിൽ റബ്ബ് തന്നിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റും. ആ മനുഷ്യരിൽ നിന്നൊക്കെ എല്ലാവരിൽ നിന്നും ഒരിക്കലും നമുക്ക് നല്ലൊരു അനുഭവം കിട്ടിക്കൊള്ളുന്നില്ല. നമ്മൾ അത്രമേൽ സ്നേഹിക്കുന്ന ആളുകള്, അവർക്കൊക്കെ നമ്മൾ പൂർണ്ണമായി സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഈവൻ നമുക്ക് പറ്റൂലല്ലോ. നമുക്ക് പറ്റൂ, നമ്മൾ പല കാര്യങ്ങളും ഇന്ന് മുതൽ സുബഹി ഖളാ ആക്കാതെ നിസ്കരിക്കണം. നിസ്കാരം കഴിഞ്ഞ ശേഷം ഇന്ന ഇന്ന സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ ഇതൊക്കെ കറക്റ്റ് ചെയ്യണം. കുറച്ചു നേരം ഇസ്തിഗ്ഫാർ ചെല്ലണം. ഒരു സമയം പോലും
ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ആവശ്യമില്ലാതൊന്നും കണ്ട് കളയരുത്. ഇങ്ങനെ ഒരുപാട് ഡിസിഷൻ, ഇന്ന് ഞാൻ ഇത് ചെയ്യും, ഇന്ന് മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്യും, ഇങ്ങനെയൊക്കെ നമ്മളൊരു നൂറ് കൂട്ടം പ്രോമിസുകൾ നമ്മൾ പാലിക്കുക എന്നുള്ളത്. പ്രോമിസുകൾ എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് തന്നെ ഒരു സെൽഫ് ലവ് കുറയും. നമ്മൾ പല പ്രോമിസുകൾ നമുക്ക് കൊടുത്തിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ, ഇപ്പൊ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെയാണ്. നമുക്ക് കൊടുക്കുന്ന വാക്കുകൾ, അതിന് നല്ലൊരു വാല്യൂ കൊടുക്കുക. അത് മാക്സിമം നമ്മുടെ കഴിവിന്റെ മാക്സിമം അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. ഇന്ന് നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നുണ്ടാവും. ഈ തീരുമാനിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് എഴുതി വെക്കുക. ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും, അത് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ എഫേർട്ട് ഇത്ര ഇടും. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നമുക്ക് പറ്റില്ല, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, മക്കളുടെ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമുക്ക് പറ്റില്ല. ഈ പറ്റാത്ത സിറ്റുവേഷനിൽ നമ്മൾ തന്നെ നമ്മളെ ആശ്വസിപ്പിക്കാം. പുറത്തുനിന്ന് ആരെയും നമ്മൾ എക്സ്പെക്ട് ചെയ്യണ്ട. എക്സ്പെക്ട് ചെയ്താൽ അവിടെ നമ്മളുടെ സെൽഫ് ഡിഗ്രേഡ് ആയി പോകും. അവിടെ നമ്മൾ ഒരുപാട് പ്രയാസപ്പെടും. ആരെയും എക്സ്പെക്ട് ചെയ്യാതെ നമ്മൾ തന്നെ നമുക്ക് സ്വാതന്ത്ര്യം കൊടുക്കാം. ഓക്കെ സ്വാലിഹ, ഓക്കെ നസ്രിയ, ഓക്കെ ആസിഫ, ആസിയ, ഇപ്പൊ എന്തായാലും നിനക്ക് പറ്റും. നീ അത്ര ആഗ്രഹിക്കുന്നില്ലേ? നന്മയല്ലേ നീ ആഗ്രഹിക്കുന്നത്? അപ്പൊ നിനക്ക് പറ്റും എന്നുള്ള ആ ഒരു പ്രോമിസ്, ആ ഒരു മോട്ടിവേഷൻ, സെൽഫായിട്ട് നമ്മൾ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആരെയും പ്രതീക്ഷിച്ചിട്ട്, ചിലപ്പോൾ നമുക്ക് പലരും ഇങ്ങനെ തരും, മോട്ടിവേഷൻ ഒക്കെ തരും. അതൊക്കെ എന്താ പറയാ, ഒരു എക്സ്ട്രാ ആഹ്, ഒരു സന്തോഷം. അതിനപ്പുറത്തേക്ക് റെസ്പോൺസിബിലിറ്റി ഒരാൾക്കും കൊടുക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോ ആരും തരൂല, ആരെ നോക്കണ്ട, ഇല്ലെങ്കിൽ എവിടെ നിന്നും ഒന്നും പ്രതീക്ഷിക്കണ്ട, അങ്ങനെയൊന്നും എന്താ പറയാ, അവരെ മൈൻഡ് ആക്കണ്ട, അങ്ങനെയൊന്നുമല്ല. നമ്മൾ സോഷ്യലായിട്ടുള്ള ഹ്യൂമൻ ബീങ്സ് ആണ്. നമ്മളെല്ലാവരും റെസ്പെക്ട് ചെയ്യണം. അതുപോലെ നമ്മുടെ വാല്യൂസ് ഒക്കെ കീപ്പ് ചെയ്യണം. നമ്മുടെ ഹസ്ബൻഡുമാരുടെ അടുത്താണെങ്കിലും ഇല്ലെങ്കിൽ ഏത് ആളുകളുടെ അടുത്താണെങ്കിലും ആ ഒരു റെസ്പെക്റ്റും വാല്യൂ ഒക്കെ കീപ്പ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. പക്ഷെ അതിൻ്റെ ഇടയിലും ചിലപ്പോൾ നമ്മൾ പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിൽ നിന്ന് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു മോട്ടിവേഷൻ തന്നെ, ഇല്ലെങ്കിൽ നീ ഇത്ര കറക്റ്റായിട്ട് ചെയ്തു, അതിനൊരു ഒരു അപ്രീസിയേഷൻ തന്നെ, ഇതൊക്കെ നമ്മൾ പുറത്തുനിന്ന് കിട്ടാന്ന് വിചാരിച്ച് നമ്മളൊന്ന് വിചാരിച്ചു പോയെന്ന് വെച്ചോ, ചിലപ്പോൾ നമുക്ക് കിട്ടില്ല. നമ്മൾ പിന്നെ സങ്കടപ്പെടും. സങ്കടപ്പെട്ടാൽ പിന്നെ ഈ സങ്കടം കൊണ്ട് ഇനിയിപ്പോ ഓക്കെ, നമുക്ക് സങ്കടം വന്നു, നമ്മൾ പ്രതീക്ഷിച്ചൊന്നുമില്ല, പക്ഷെ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്കൊരു സങ്കടം വന്നു. നമ്മുടെ ഉള്ളിലുള്ള ഒരു കുഞ്ഞ് സെൽഫ് ഉണ്ട്. നമ്മളെല്ലാവരും എന്താ പറയാ, ജനിച്ചപ്പോൾ മുതൽ ഈ ഒരു രൂപത്തിലല്ലല്ലോ ഇരുന്നത്. നമ്മൾ കുഞ്ഞല്ലായിരുന്നോ? അല്ലേ? നമ്മൾ തീരെ കുഞ്ഞിതായിരുന്നു. ആ കുഞ്ഞിതായിരുന്ന നമ്മളെ നമ്മുടെ പേരൻസും നമ്മുടെ സൊസൈറ്റിയും ഒക്കെ കൂടി വളർത്തി ഈ ഒരു രൂപത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് പലതരത്തിലുള്ള ബിലീഫ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈവൻ നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നിന്നെ കൊണ്ടൊക്കെ പറ്റുമോ? നമ്മുടെ ഉള്ളിൽ നിന്ന്, പുറത്തുനിന്നുള്ള ആരുമല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് ചോദിക്കണേ, നിന്നെ കൊണ്ടൊക്കെ പറ്റുമോ? നിനക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും കഴിവുണ്ടോ? ഇങ്ങനെയുള്ള ഒരുപാട് ബിലീഫ്സ് കാര്യങ്ങൾ നമ്മുടെ അടുത്ത് ചോദിക്കും. അപ്പോൾ ഇത് അവിടെ നിന്നാണ് ഈ വരുന്നത്, നമുക്കുള്ള പാസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ് കാര്യങ്ങളിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫ്സ്, ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ഡ്രൈവിംഗ് ചെയ്യാന്ന് വിചാരിക്കുമ്പോൾ അതൊക്കെ നിനക്ക് പറ്റിയ പണിയാണ്, അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കാന്ന് വിചാരിക്കുമ്പോൾ പല കാര്യങ്ങൾക്കും ഇങ്ങനെ ലിമിറ്റിംഗ് ആയിട്ട് നമ്മൾ ഉള്ളിൽ ഒതുക്കി പിടിച്ചു നിൽക്കുന്ന ബിലീഫ് സിസ്റ്റങ്ങളുണ്ട്. അത് നമ്മൾ രൂപകൽപ്പന ചെയ്തപ്പോൾ നമ്മൾ കണ്ടതും കേട്ടതും ഒക്കെ നമ്മൾ ഉള്ളിലേക്ക് എടുത്തു വച്ചിട്ട് നമ്മളായി പോയേക്കുന്ന ഒരു രൂപമാണ്. അപ്പൊ അതില് ശരിക്കും നമുക്കൊരു സെൽഫ് ഇമേജ് ഉണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെയാണ്, ഏ ഞാൻ സ്വാലിഹ, എൻ്റെ വീട് ഇവിടെ, എനിക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു ഒരു സിസ്റ്റം ഉണ്ട്. എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു സിസ്റ്റം. അപ്പോൾ ഈ ഒരു സിസ്റ്റം അതൊരു ചിലപ്പം അതിൽ തന്നെ നമുക്ക് പലതരത്തിലുള്ള ലിമിറ്റിംഗ് ബിലീഫ് ആയിരിക്കും, നമ്മളെ തന്നെ ലിമിറ്റ് ചെയ്ത് വെക്കും. നമുക്ക് പല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ ആ ഒരു സ്വപ്നങ്ങളിലേക്കൊക്കെ തടയപ്പെടുന്ന ലിമിറ്റിംഗ് ആയിട്ടുള്ള ബിലീഫ്സ്, വാല്യൂസ് എപ്പോഴും നല്ല വാല്യൂസ് നമുക്ക് ഉണ്ടാവണം നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ എപ്പോഴും സ്ട്രെങ്തൻ ചെയ്യുന്ന അങ്ങനെയുള്ള വാല്യൂസ് ആണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ കുറിച്ച് നമ്മൾ അറിയണം. എന്താണ് ഞാൻ, എൻ്റെ ലിമിറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണ്, അതുപോലെ എൻ്റെ വാല്യൂസ് എന്താണ്, എന്നെ ബാക്കോട്ട് വലിക്കുന്ന കാര്യങ്ങൾ എന്താണ്, എനിക്ക് എന്തൊക്കെ എബിലിറ്റീസ് ഉണ്ട്, എനിക്ക് എന്തിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്കിൽ എന്താണ്, ടാലന്റ് എന്താണ്, ഇങ്ങനെയുള്ള ശരിക്കും പറഞ്ഞാൽ നമ്മളെ കുറിച്ച് ഉള്ള ഒരു ഐഡിയ നമുക്ക് പലപ്പോഴും ഉണ്ടാവില്ല. ആ ഒരു ഐഡിയ നമുക്ക് ആദ്യം വേണം. ഞാൻ എന്താണ്,
എൻ്റെ ഇനി നമുക്ക് ലിമിറ്റിംഗ് ആയിട്ടുള്ള ബിലീഫ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇതുള്ള കാര്യം തന്നെ ആയിക്കോട്ടെ, ഏ, ഒരു ഉം, നമുക്ക് ഉള്ള ഒരു പോരായ്മ തന്നെ ആയിക്കോട്ടെ, ആ ഒരു പോരായ്മ നമുക്ക് നികത്താൻ പറ്റും. ആ ഒരു പോരായ്മ ഏത് സ്കില്ലാണെങ്കിലും നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ടാലൻസ് കാര്യങ്ങളാണ് നമുക്ക് ജന്മനാ കിട്ടുന്ന കാര്യങ്ങൾ. പക്ഷെ സ്കിൽസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ സ്കില്ലുകളാണെങ്കിൽ എന്തൊക്കെയാണ് എനിക്ക് വേണ്ടത്, എനിക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അത് നമ്മൾ എന്ത് ചെയ്യുക, അത് ഓരോന്നും നോട്ട് ചെയ്തിട്ട് ഇന്ന സ്കില്ല് എനിക്ക് വേണം, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് എഫേർട്ട് എടുക്കണം, ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ ഇങ്ങനെ നർച്ചർ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരണം. നമ്മൾ ഇങ്ങനെ നർച്ചർ ചെയ്ത് കൊണ്ടുവരണം. നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും. അതൊക്കെ എന്താണ് മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ വേണ്ടിയിട്ട് അതൊന്നും കളയരുത്. ലാസ്റ്റ് നമ്മുടെ മക്കളെ നമ്മൾ തന്നെ പറയും, ഞാൻ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എത്ര കഷ്ടപ്പെട്ട് എൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഞാൻ കളഞ്ഞ്, ഇങ്ങനെ ചെയ്യരുത്. കാരണം അവർ ലാസ്റ്റ് അവർക്കായിരിക്കും അതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാവുക. ഒരിക്കലും എന്താ പറയാ, സഹിച്ച് അങ്ങോട്ട് കളയരുത്. കാരണം നമ്മുടെ ലൈഫ് അങ്ങനെ നമ്മൾ കളഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ അവരെ അത് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തും. നമ്മൾ സ്നേഹം കൊണ്ട് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട് നമ്മുടെ മക്കൾക്കൊക്കെ വേണ്ടിയിട്ട്, അവിടെ നമുക്കൊരു പരാതി ഉണ്ടാവില്ല. നേരെ മറിച്ച് സ്നേഹം കൊണ്ട് തന്നെയാണ്, പക്ഷെ അങ്ങനെ ഒരു സഹനം അവിടെ വരുന്നത് കൊണ്ട് തന്നെ അതൊരു പരാതിയിലേക്കൊക്കെ വരും. ഞാൻ എത്ര കഷ്ടപ്പെട്ടതാ, എന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ എന്നുള്ള രീതിയിൽ ഒരു പരാതിയിലേക്ക് വരും. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുക. അവർക്ക് ഏറ്റവും എന്താ പറയുക, പ്രഷ്യസ് ആയിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ടൈം കൊടുക്കുക. ബാക്കി ടൈം നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക. എന്തായാലും ഒരു സെൽഫ് ലവ് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ എന്തായാലും മീ ടൈം കൊടുക്കണം. എന്തായാലും അവന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അവന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട്, അവനെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട്, അവന്റെ സ്കില്ലൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ അവനക്ക് വേണ്ടിയിട്ട് ഒന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചിരിക്കുക. കുറെ കാര്യങ്ങളൊക്കെ ഒന്ന് പണ്ടത്തെ കാര്യങ്ങൾ, ഇപ്പോഴത്തെ ലൈഫ് അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ചിരിക്കാന്. അങ്ങനെ നമുക്ക് വേണ്ടി എന്തായാലും ഒരു മീ ടൈം, കുറച്ച് ടൈം എന്തായാലും കൊടുക്കുക. ചില ആളുകൾക്ക് പുസ്തകങ്ങളൊക്കെ വായിക്കാൻ ഇഷ്ടമായിരിക്കും. അപ്പോൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക് പുസ്തകം വായിക്കാൻ വേണ്ടിയിട്ട് ടൈം കൊടുക്കുക. അങ്ങനെ എല്ലാ ദിവസവും എന്ത് ചെയ്യുക, മീ ടൈം കൊടുക്കുക. ആസ്വദിച്ച് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ചിലപ്പോൾ ഒന്ന് ആസ്വദിച്ചിരുന്നിട്ട് ഒന്ന് ചായ കുടിക്കാനായിരിക്കും, അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പോയി. അല്ലെങ്കിൽ ചില ആളുകൾക്കൊക്കെ ഇപ്പോൾ മെഡിറ്റേഷനൊക്കെ ഒരുപാട് റിലവൻ്റ് ആയിട്ട് എല്ലാവരും ഒക്കെ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണോ അറിയില്ല. നിങ്ങളൊക്കെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? നസ്രിയ ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകളുണ്ടാവും. അപ്പൊ അങ്ങനെ എന്താണോ നമ്മുടെ ആഗ്രഹം, അപ്പൊ ആഗ്രഹത്തിന് കുറച്ച് ടൈം കൊടുക്കുക. അപ്പൊ കുറേ കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാ പറഞ്ഞത്? ഫസ്റ്റ് പറഞ്ഞത് നമ്മളുടെ ലൈഫ് എന്താണോ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ ആ ഒരു സാഹചര്യത്തിൽ അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. അതിൽ പറഞ്ഞ ഒരു കാര്യമാണ് സറണ്ടറൻസ് എന്നുള്ളത്. നമ്മുടെ ലൈഫ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ടാവും, അതിന് ആ ഒരു ഒഴുക്കിൽ അങ്ങനെ നിന്നു കൊടുക്കുക. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കണേ, എന്താ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ സൃഷ്ടാവിനെയും അതുപോലെ എല്ലാവരെയും ഇങ്ങനെ ബുദ്ധിമുട്ടാക്കി, മറ്റുള്ളവരെന്തെങ്ങനെ അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഒന്നും ചിന്തിക്കാതെ, ചിന്തയൊക്കെ വരും, സ്വാഭാവികമാണ്. കാരണം 40,000-40,000 മുകളിൽ ചിന്തകളൊക്കെ ഇങ്ങനെ വരുമ്പോൾ അതെല്ലാം പോസിറ്റീവ് ആകണമെന്ന് വിചാരിച്ചാൽ നടക്കൂല. ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ വരും, പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ വരും. അപ്പൊ അത് സ്വാഭാവികമാണ്. അതിനൊക്കെ നമ്മൾ എത്ര ടൈം ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഡീമോട്ടിവേറ്റ് ആവേണ്ടത്, നമ്മുടെ എനർജി ലോ ആവേണ്ടത് എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്മൾ എത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്സ് ആണെന്നറിയോ? ശരിക്കും നമുക്കറിയാം, ഈ ലോകത്ത് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള ശാസ്ത്രജ്ഞന്മാര്. അപ്പോ ഇപ്പൊ ഞാനിപ്പോ ഇതിനെക്കുറിച്ച് പറയുന്ന ഒരിക്കലും നിങ്ങളും നാളെ ശാസ്ത്രജ്ഞനാവണം എന്ന് പറയാനല്ല. അവരും നമ്മളെ പോലെ മനുഷ്യരായിരുന്നു, ചന്ദ്രനിൽ കാലുകുത്തിയ ആളുകള്. അവരുടെ ജീവൻ ചിലപ്പോൾ നഷ്ടപ്പെടുമെന്ന് അറിയാം, എങ്കിലും അവരുടെ ആഗ്രഹം അതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചു. ഇപ്പോ അങ്ങനെ നമുക്കൊക്കെ ആഗ്രഹങ്ങളുണ്ട്. ഈ ആഗ്രഹങ്ങളൊക്കെ വച്ചിട്ട് ഒന്നും ചെയ്യാതിരുന്നാൽ അവിടെ ഇരിക്കും. അപ്പോൾ എന്താണോ നമ്മുടെ ആഗ്രഹങ്ങൾ, അത് അതിനനുസരിച്ചിട്ട് അതിന് നമ്മളെ കൊണ്ട് ഇപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടാവും. ആ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ സ്റ്റെപ്പ് ആണെങ്കിൽ ആ ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. കാരണം ഇതെല്ലാം കാണുന്ന റബ്ബുണ്ട്. ആ റബ്ബ് എല്ലാം കാണുന്നുണ്ട്. നമുക്ക് ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് നമുക്ക് തരും. പക്ഷെ അതിൻ്റെ ഇടയിൽ എനിക്ക് ഇന്ന ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ ആക്ഷനൊന്നും എടുക്കൂല.
ആക്ഷനൊന്നും എടുക്കാതെ ഞാനിങ്ങനെ മുന്നോട്ട് വിട്ട് എന്താ എനിക്കൊന്നും തരാത്ത, എൻ്റെ ജീവിതം മാത്രം എന്താ ഇങ്ങനെ, അവർക്ക് അങ്ങനെ ഉണ്ടല്ലോ, ഇവർക്ക് ഇങ്ങനെ ഉണ്ടല്ലോ എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടാവും, നമ്മളുടെ ഇഷ്ടത്തിലേക്കോ ആഗ്രഹത്തിലേക്കും നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ആക്ഷൻസ് ഉണ്ടാവും. ആ ആക്ഷൻസ് നമ്മൾ എടുത്ത് മുന്നോട്ട് പോവുക. അപ്പോൾ പിന്നെ അതിന്റെ റിസൾട്ട് എന്താണെന്നൊന്നും നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. അതിന്റെ റിസൾട്ട് എന്താണ്? എനിക്കിപ്പോ ഒരു എന്താ പറയാ ഒരു സ്കൂളിൽ ടീച്ചർ ആവണമെന്നാണ് ആഗ്രഹമെങ്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കാം. ചിലപ്പോൾ പല ഇന്റർവ്യൂസിന് പോകുന്നുണ്ടാവും, പക്ഷെ അത് ചിലപ്പോൾ ഫെയിൽ ആവുന്നുണ്ടാവും. അപ്പൊ എന്റെ റിസൾട്ടിലേക്ക് ഞാൻ ബോധറയുണ്ട്. ചിലപ്പോൾ അതൊന്നും അല്ലായിരിക്കും എനിക്ക് ഏറ്റവും ബെസ്റ്റ്. എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയ സ്ഥലത്ത് എത്തുമ്പോഴല്ലേ എൻ്റെ റബ്ബ് എനിക്ക് അവിടെ ഫിക്സ് ചെയ്ത് തരിക എന്നുള്ള ആ ഒരു തോട്ട് മനസ്സിൽ കൊടുത്തിട്ട് അതിന്റെ ഇടയിൽ എനിക്കിപ്പോ ഇനി ടീച്ചറൊന്നും ആവാൻ പറ്റൂലേ, എന്നെ കൊണ്ട് അതിനൊന്നും സാധിക്കൂലേ, എന്താണ് ഇപ്പൊ പറ്റാത്തത്, ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ നമ്മുടെ ഉള്ളിൽ തോന്നും. പക്ഷെ അതൊക്കെ തോന്നുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ പറയാം എനിക്ക് പറ്റും. പക്ഷേ ഈ ഒരു സ്കൂളല്ലേ, ഇതിലും വലിയൊരു എന്താ പറയാ ഓപ്പർച്യൂണിറ്റി ആണ് എനിക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇതെനിക്ക് കിട്ടാത്തത് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യാനുള്ള എന്താ പറയാ ബയോഡേറ്റ കാര്യങ്ങള് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ട് ഓരോരുത്തർക്ക് കൊടുത്തുകൊണ്ടിരിക്കുക, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നടക്കാനുള്ളത് എന്ത് ചെയ്യും, അവിടെ നടന്നോളും. ഇപ്പൊ ആൽക്കമിസ്റ്റില് ഒരു കോട്ട് ഉണ്ടല്ലോ, ഒരു കാര്യം തീവ്രമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം മൊത്തം നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളത്. ഏഹ് അപ്പൊ നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിച്ചിട്ട് റബ്ബിൽ സറണ്ടർ ചെയ്യുക. ശരിക്കും പറഞ്ഞാല് ഈ ഒരു മൈൻഡ് പവർ, അഫർമേഷൻ, മോട്ടിവേഷൻ ഇങ്ങനെയൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ, ലോ ഓഫ് അട്രാക്ഷൻ, ഇതിന്റെയൊക്കെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് സറണ്ടറൻസ് വേണം. സമർപ്പിക്കാൻ പറ്റണം. ഇപ്പൊ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ, എനിക്ക് നാളെ ഒരു വലിയ സമ്പന്നനാവണം, എനിക്ക് ഒരുപാട് പേരെ സഹായിക്കണം, എനിക്ക് സമ്പന്നനാവണം, എനിക്ക് അത് വേണം, റോൾസ് റോയ്സ് വേണം, ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ. അപ്പൊ ഈ ആഗ്രഹങ്ങളൊക്കെ വെച്ചുകൊണ്ടും ഞാൻ ലോ ഓഫ് അട്രാക്ഷനിലൂടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ലോ ഓഫ് അട്രാക്ഷനിലൂടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കണം. പിന്നെ അതോടൊപ്പം വേണ്ട ഒരു കാര്യമാണ് ഞാനത് സെറ്റ് ഇറ്റ് ഫ്രീ ചെയ്തിട്ട് സറണ്ടർ ചെയ്യാന്നുള്ള കാര്യം. കാരണം പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് എന്താ എനിക്ക് നടക്കൂ, എനിക്ക് കിട്ടൂ, എന്താ എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ വിചാരിച്ച് അതിൻ്റെ ഇടയിൽ പോയിട്ട് ഒന്ന് എന്താ പറയാ ഒരു ചെടി അവിടെ നട്ടു, ഈ നട്ട ചെടി മുളച്ചോ എന്ന് എല്ലാ ദിവസവും പോയിട്ട് പറിച്ചു നോക്കി എങ്ങനെ ഉണ്ടാവും? അത് എന്നെങ്കിലും വളരുമോ? ഇല്ലാലോ. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഒരു കാര്യം, ഒരു കർഷകൻ ഒരു വിത്ത് നട്ടു, ആ നട്ട വിത്ത് അത് വളർന്നോളൂ, അത് അവന്റെ ഒരു സറണ്ടറൻസ് ആണ്. മനസ്സിലായോ? ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നു, ഇപ്പൊ ഞാൻ ഇങ്ങനെ ഓരോ ദിവസവും സെഷൻസ് എടുക്കുന്നു, അപ്പൊ ഞാനിവിടെ ഓരോ വിത്തുകൾ നട്ടുകൊണ്ടിരിക്കുക, അത് വളർന്നോളൂ, എനിക്കും ഒരുപാട് വിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിലേക്ക് എത്തിക്കോളും, ഓരോ വിത്തുകൾ ചെറുതായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ നട്ടുകൊണ്ടിരിക്കുക, അതിലേക്ക് വേണ്ട വെള്ളങ്ങളും വളങ്ങളും എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് അതിന്റെ രീതിക്ക് ഇങ്ങനെ നടന്നോളും. നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് നമ്മളുടെ ആഗ്രഹങ്ങൾ എന്താണോ അതിലേക്ക് നമ്മൾ എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുക. അത് അതിന്റെ സെറ്റ് ഇറ്റ് ഫ്രീ ചെയ്തിട്ട് സറണ്ടർ ചെയ്തിട്ട് മുന്നോട്ട് പോവുക. ഈ സറണ്ടറൻസ് ഇല്ലാതെ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്താൽ എന്തായിരിക്കും പറ്റുക? സെൽഫ് ലവ് നന്നായിട്ട് കുറയും. കാരണം ചില കാര്യങ്ങളൊക്കെ ഒരു എന്താ പറയാ നടക്കും. കാരണം നമ്മുടെ മൈൻഡിനും എന്തുണ്ട്, ഒരു അഡാപ്റ്റബിലിറ്റി ഉണ്ട്, കഴിവുണ്ട്. നമുക്ക് റബ്ബ് കഴിവ് വന്നിട്ടുണ്ട് പല കാര്യങ്ങളും ചിന്തിക്കാനും. മനുഷ്യൻ ചിന്തിക്കാനുള്ള കഴിവ്, ഏറ്റവും അഹ്സനുൽ ഹുലുക്കാണ് മനുഷ്യൻ, ഏറ്റവും ഉത്തമരായ സൃഷ്ടിയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യനാണ്. അപ്പോ ആ ഒരു മനുഷ്യനിൽപ്പെട്ട് നമ്മളാണ് ഈ ലോകത്തെ ഏറ്റവും ഉത്തമരായിട്ടുള്ള സൃഷ്ടികള്. അപ്പോ ആ ഒരു മനുഷ്യനെ ഉത്തമരായിട്ടുള്ള സൃഷ്ടികൾ എന്ന് പറഞ്ഞാല് നമുക്ക് മറ്റുള്ള ജന്തുക്കളെയൊക്കെ അപേക്ഷിച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് കഴിവുകൾ റബ്ബ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പോ ആ ഒരു മനുഷ്യന് എന്ത് ചെയ്യാൻ പറ്റും? ചിന്തിച്ചിട്ട് ആകർഷിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ആകർഷിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുമ്പോൾ ചിലതൊക്കെ നടക്കും, ലോ ഓഫ് അട്രാക്ഷൻ വഴി ചിലതൊക്കെ നടക്കും, ചിലതൊക്കെ നടക്കില്ല. മനസ്സിലായോ? അപ്പൊ ഈ നടക്കാത്ത ആഗ്രഹങ്ങള്, ഇതൊന്നും എനിക്ക് നടക്കുന്നില്ലല്ലോ എന്നൊക്കെ വെച്ചിട്ട് നമ്മുടെ സെൽഫ് ലവ് കുറഞ്ഞു പോകും. നേരെ മറിച്ച് എനിക്ക് എന്താണ് ഹൈർ, അത് എന്റെ റബ്ബിനറിയാം, ഞാൻ അവിടേക്ക് ഏൽപ്പിച്ചേക്കുവാ, ഈ ആഗ്രഹം ഞാൻ അവിടേക്ക് ഏൽപ്പിച്ചേക്കുവാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാല് നമുക്ക് കിട്ടുന്ന ഒരു ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, ഒരു സമാധാനം ഉണ്ട്.
ഏഹ് അപ്പോൾ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സറണ്ടറൻസിലാവണം എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ലൈഫ് അങ്ങനെ വളരെ സ്മൂത്ത് ആയിട്ട് അതിൻ്റെ ഇടയിൽ പോയിട്ട് നമ്മൾ ഇങ്ങനെ എന്താ പറയാ ഇടയിൽ പോയിട്ട് ഇങ്ങനെ നിന്നാല് അതിന് ആ ഒരു ഫ്ലോ കിട്ടൂല. എവിടെയൊക്കെയോ ഈ ഫ്ലോ ഇങ്ങനെ നഷ്ടപ്പെട്ട് നമ്മൾ ആ ഒഴുക്കിന് ഇതെന്ത് ഇങ്ങനെ ഒഴുകുന്നത് എന്ന് വിചാരിക്കുന്നിടത്താണ് നമുക്ക് ജീവിതം വളരെ പ്രയാസമായിട്ട് മാറുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ആ ഇതാണ് ഇതെനിക്ക് ഇപ്പൊ ഹയറല്ല ചിലപ്പോൾ സറണ്ടറൻസ് എന്ന് പറയുമ്പോൾ വളരെ എളുപ്പമായിരിക്കും. അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരുപാട് പെയിനുകളും വേദനകളും ഒക്കെ അതിൻ്റെ ഉള്ളിലൂടെ പോകുന്നുണ്ടാവും. ചിലത് ഇപ്പൊ ഒരാൾക്ക് ഒരു എന്താ പറയാ ഒരു ബാങ്കിലെ ഒരു വലിയൊരു നല്ലൊരു പൊസിഷൻ, ഈ ജോലിയായിരുന്നു അയാൾക്ക് ആഗ്രഹം. ഈ ഒരു ജോലി അയാൾക്ക് ആഗ്രഹമായിട്ട് അയാൾ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ അയാളുടെ ആഗ്രഹം അത് കിട്ടണമെന്നാ. അതാണ് അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ അയാൾക്ക് എന്ത് ചെയ്താൽ അത് കിട്ടണില്ല. അങ്ങനെ അയാൾ നിന്ന് 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 പോയി പോയി ലാസ്റ്റ് അയാൾക്ക് അതിലും വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുക. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിയുമ്പോഴാണ് അതിൽ അയാൾ അപ്ലൈ ചെയ്യുന്നു. പെട്ടെന്ന് ഇയാൾക്ക് അത് ഓക്കെ ആവുന്നു, ജോബ് സെറ്റ് ആവുന്നു. ഇങ്ങനെ ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോഴാണ് ഓക്കെ അന്ന് അത് നടക്കാതിരുന്നത് നല്ലതിനായിരുന്നു എന്ന് മനസ്സിലാവുന്നത്. മനസ്സിലായോ? അപ്പൊ അതിന്റെ ഇടയിൽ ഓരോ റിജക്ഷൻ കിട്ടുമ്പോഴും നമ്മൾ വിഷമിക്കുന്നുണ്ടാവും. അതില് ഇത് എന്താ കിട്ടാത്ത ഞാൻ പോരെ, ഞാൻ ഓക്കെ അല്ലേ എന്നുള്ള രീതിയിൽ നമ്മൾ വിഷമിക്കുന്നുണ്ടാവും. ഈ ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ സെൽഫ് ലവിനെ വളരെയധികം കുറയ്ക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സറണ്ടറൻസിലാവുക എന്ന് പറയുന്നത് തന്നെ എന്താണ്, സെൽഫ് ലവ് വളരെ ഹൈ ആയിട്ട് നിൽക്കാൻ വളരെ നല്ലൊരു കാര്യമാണ്. അതുപോലെ നമ്മുടെ എൻ്റെ റബ്ബാണ് എന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഏഹ് ഈ ലോകത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള മനുഷ്യരെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള റബ്ബ് തന്നെയാണ് എന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്. അവരെ പോലെ രക്തവും മാംസവും എല്ലുകളും ഇതെല്ലാം എൻ്റെ ഉള്ളിലും ഉണ്ട്. എനിക്കും പറ്റും, എനിക്കും ചിന്തിക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നിടത്ത് എൻ്റെ റബ്ബിന്റെ ആ റൂഹാണ് എനിക്ക് എന്ത് തരുന്നത്. റബ്ബ് തന്നിട്ടുള്ള ആ ഒരു റൂഹ് ഉണ്ടല്ലോ, ആ റൂഹല്ലേ എന്നെ ഇപ്പൊ സംസാരിക്കാനും എനിക്ക് ശ്വാസം തരാനും ഒക്കെ ഇപ്പൊ സാധിക്കുന്നത്. ആ റൂഹുള്ളത് കൊണ്ട് മാത്രല്ലേ. നമ്മൾ റൂഹില്ലെങ്കിൽ എന്താണ്, വെറും മണ്ണാണ് അല്ലേ. അപ്പോൾ ആ റൂഹുള്ളത് കൊണ്ട് നമുക്കിപ്പോ സംസാരിക്കാൻ പറ്റുന്നു, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നു, ചിന്തിക്കാൻ പറ്റുന്നു. ഇതൊക്കെ നമുക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ റബ്ബ് തന്നിട്ടുള്ള കഴിവ്, എന്നെ പടച്ചത് റബ്ബാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഏറ്റവും ബെസ്റ്റ് ആണ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടല്ലേ റബ്ബ് ഒന്നിനെ സൃഷ്ടിക്കുക, അല്ലേ? ഏറ്റവും ബെസ്റ്റ് ആയിട്ടല്ലേ സൃഷ്ടിക്കുക. അപ്പോൾ ഞാനും ഏറ്റവും ബെസ്റ്റ് ആണ്. എന്റെ റബ്ബിലേക്ക് ചേർത്ത് വെക്കുമ്പോ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർത്ത് വെക്കുമ്പോ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യനാണ്, ഞാനും മനുഷ്യനാണ്, അവിടുത്തെ ഉമ്മത്തിൽ പെട്ടതാണ്. അങ്ങനെ നമ്മൾ അങ്ങനെ ചേർക്കുമ്പോ നമുക്ക് നമുക്ക് കൂടുന്ന ഒരു സെൽഫ് ലവ് ഇല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാ, നമ്മളുടെ ലൈഫിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അതുപോലെ നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ടാവും. ഞാൻ ഇങ്ങനെയാണ്, നമ്മൾ അതിന് പറയുന്ന ഒരു പേരെന്താന്ന് വെച്ചാല് മൊത്തത്തിൽ നമ്മളെ കുറിച്ചുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിന് പറയുന്ന പേരെന്താന്ന് വെച്ചാൽ സെൽഫ് ഇമേജ് എന്നാണ് പറയാം. ഈ സെൽഫ് ഇമേജ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാല്, സെൽഫ് ഇമേജ് എങ്ങനെയാ, നിങ്ങളുടെ സെൽഫ് ഇമേജ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഇതെന്താന്ന് വെച്ചാല് കാര്യം എന്താന്ന് വെച്ചാല്, നിങ്ങളുടെ മുഖം പോയിട്ട് നിങ്ങളൊരു കണ്ണാടിയിൽ പോയിട്ട് നോക്കുക. എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് നോക്കുക. അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു കുരു വന്നു, ഇവിടെ ഒരു പുള്ളി വന്നു, അതൊന്നുമില്ല. ശരിക്കും ഒന്നുമില്ലാതെ, അതൊന്നും ചിന്തിക്കാതെ പോയിട്ടൊന്ന് നോക്കുക. ആ, ഇതിനെ കുറിച്ച് എനിക്ക് എന്താണ് തോന്നുന്നത്. ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഫാമിലി ഫോട്ടോ ആയിരിക്കും. ഇതിൽ നോക്കിയിട്ട് പോകും ഞാൻ മാത്രം അത്ര ഓക്കെ അല്ലാന്ന് തോന്നുന്നുണ്ടാവും. ഇതൊക്കെ നമ്മുടെ സെൽഫ് ലവ് കുറവിന്റെയും സെൽഫ് ഇമേജ് കറക്റ്റ് അല്ലാത്തതിന്റെയും കാര്യങ്ങളാണ്. അപ്പോൾ സെൽഫ് ഇമേജ് ഒക്കെ കറക്റ്റ് ആക്കുക. ആവശ്യമില്ലാത്ത എന്താ പറയാ, നമ്മളെ ലിമിറ്റേഷൻസ് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നമുക്കുള്ള എബിലിറ്റീസ് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. മാറ്റാൻ വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കുക. നമ്മുടെ ലക്ഷ്യങ്ങൾ എഴുതി വെക്കുക. അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ട് ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. എന്തായാലും മസ്റ്റ് ആയിട്ട് ഒരു മീ ടൈം കൊടുക്കാം. പിന്നെ അത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞതെന്ന് തോന്നുന്നു. വാല്യൂസ് കീപ്പ് ചെയ്യുക. നമുക്ക് എപ്പോഴും നമ്മുടെ ലൈഫിൽ
ഒരു കോർ വാല്യൂസ് ഉണ്ടാവണം. ആ ഒരു വാല്യൂസ് നമ്മൾ ഒരുപാട് സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ നല്ല നല്ല വാല്യൂസ് കീപ്പ് ചെയ്യുക. എപ്പോഴും നമുക്ക് ആ ഒരു വാല്യൂ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അവിടെയും വിജയിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം നമ്മൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവിടെ നമ്മൾ സക്സസ് ആയിരിക്കും. നല്ല ഒരു 3 വാല്യൂ എങ്കിലും നല്ലതായിട്ട് എപ്പോഴും ഞാനിത് സൂക്ഷിക്കും. ഇപ്പൊ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ആ, കളവ് പറയല്ലേ എന്ന് ഉമ്മ ചൊന്നത് കാരണം കളവ് പറയാതെ കള്ളന്റെ കയ്യിൽ പൊന്നു കൊടുത്തു അല്ലെ. അപ്പൊ നമ്മൾ കീപ്പ് ചെയ്യാ, ഞാൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, കളവ് പറയില്ല, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും സത്യസന്ധത കാണിക്കും. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കോർ വാല്യൂസ് നമ്മൾ കീപ്പ് ചെയ്യുക. അത് നമ്മൾ ഒരുപാട് നമുക്ക് ഇവിടെയും അവിടുത്തെ ലൈഫും ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അങ്ങനത്തെ വാല്യൂസ് കീപ്പ് ചെയ്യാം. നമ്മളെ കെയർ ചെയ്യുക. ആ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മളെ സെൽഫ് കെയർ എന്ന് പറയുന്നത്. നമുക്ക് കൊടുക്കുന്ന പ്രോമിസുകൾ കാര്യങ്ങൾ എന്ത് ചെയ്യുക, അത് ഉം, ആ പ്രോമിസുകൾ മാക്സിമം അത് വേറൊരാൾക്ക് കൊടുക്കുന്ന പ്രോമിസ് പോലെ തന്നെ അതിനെ ഡീൽ ചെയ്യുക. നമ്മൾ വേറൊരാൾക്ക് ഒരു പ്രോമിസ് കൊടുത്ത് ഞാൻ ഇന്ന് എന്താ പറയാ, ഇന്ന് ഇന്ന കാര്യം ചെയ്യാട്ടോ, അത് അത് ഞാൻ ചെയ്യാട്ടോ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മാക്സിമം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കൂലേ. അതുപോലെ നമ്മൾ നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ട് എന്ന് ചെയ്യുമെന്ന് ഞാൻ ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ മാക്സിമം അത് അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, അത് ചെയ്യാന്നുള്ളതാണ്. സെൽഫായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക, അപ്രീസിയേഷൻസ് കൊടുക്കുക. ചിലത് പറ്റില്ല, ചിലത് നമുക്ക് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒരുപാട് അബദ്ധങ്ങൾ വരാം, ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് ചിന്തകളിലൂടെ പോകാം. അങ്ങനെയൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് എന്നാ ഒരു ഫോർഗീവ്നെസ് കൊടുക്കുക. നമ്മൾ തന്നെ ഒന്ന് ഫോർഗീവ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. അപ്പൊ ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ തന്നെ ഫോളോ ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു സെൽഫ് ലവ് ഉള്ള മനുഷ്യനായിട്ട് മാറാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഹഗ് ചെയ്യാം. ആരെങ്കിലുമൊക്കെ എന്നിട്ട് ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യേണ്ടതും നമ്മളെ സന്തോഷിപ്പിക്കേണ്ടതും അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒക്കെ റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെ ഏറ്റെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാം, വായിക്കുക, ആസ്വദിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. ഇൻഷാല്ല. അപ്പോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാണ്ടെങ്കിൽ ഷെയർ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു മെഡിറ്റേഷൻ ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ക്ലാസ് ഒക്കെ കേട്ടിട്ട് രണ്ടാളും ഉറങ്ങിപ്പോയെന്ന് എനിക്ക് ബലമായ സംശയം തോന്നുന്നുണ്ട്. ഉറങ്ങിയിട്ടുണ്ടോ? എന്തായാലും നമ്മുടെ ക്ലാസ്സുകൾക്ക് ആളുകളുടെ എണ്ണങ്ങൾ കൂട്ടണം. കാരണം അതാണ് ഇപ്പൊ ഞാന് വളരെ എന്താ പറയാ ഒരു ഏഹ്, നല്ലൊരു ബിസി ആയിട്ടുള്ള ആ ഒരു അതിന്റെ ഇടയിൽ എൻ്റെ ആഗ്രഹം ഇതാണ്, എനിക്ക് ഒരുപാട് പേരിലേക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ എത്തിച്ചു കൊടുക്കണം എന്നുള്ള ആ ഒരു തീരുമാനം കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ ചെറിയ സ്മോൾ സ്മോൾ സ്റ്റെപ്പ് ഇങ്ങനെ എടുത്തു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഇടയിൽ നമുക്കത് ഏറ്റവും എഫക്റ്റീവ് ആക്കാം. ഇപ്പൊ എനിക്ക് വിചാരിക്കാം ഇതിൽ ആളുകൾ എണ്ണം വളരെ കുറവാണ്, ഇല്ലെങ്കിൽ അത് ശരിയാവുന്നില്ല ഇത് ശരിയാവുന്നില്ല എന്നൊക്കെ നമുക്ക് ഇങ്ങനെ വിചാരിച്ച് മുന്നോട്ട് പോവാം, നിർത്താം. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ എന്താണ് ഇതിലെ പ്രോബ്ലം, ഇനി നമ്മൾ എങ്ങനെയാണ് ഏറ്റവും ബെസ്റ്റ് ആക്കി എത്തിക്കേണ്ടത്, ഇതിന് എന്താണ് സൊല്യൂഷൻ ഉള്ളത്, അങ്ങനെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഏത് ജോലിയാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും അതിൽ നമുക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും. പ്രയാസങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പ്രയാസങ്ങൾ പരിഹരിക്കാനുള്ള ആക്ഷൻസ് കാര്യങ്ങൾ എടുത്തിട്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് സക്സസ് ആവാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് മെഡിറ്റേഷൻ ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഷെയർ ചെയ്യാനുണ്ടോ നസ്രിയ? ഷെയർ ചെയ്യാനായിട്ടേ ആ, നമ്മളില് ഇപ്പൊ വേറൊരു കാര്യമാണ്, അത് പറയാവോ? വേറൊരു കാര്യം എന്ന് പറയുന്നത് പബ്ലിക്കായിട്ട് പറഞ്ഞാൽ പ്രശ്നമുള്ള കാര്യമാണെങ്കിൽ പറയണ്ട, അല്ലാത്ത കാര്യം അതല്ല, നമ്മളിൽ ഒരു കാര്യം ഇങ്ങനെ അടിച്ചേൽപ്പിക്കുമ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടിച്ചേൽപ്പിക്കുക എന്ന് പറയുമ്പോൾ ആ, നമ്മളുടെ കാര്യങ്ങളിൽ നമ്മളുടെ പരിധിയിലുള്ള കാര്യങ്ങള് വേറൊരാള് ഓരോ കാര്യങ്ങളിൽ അടിച്ചേൽപ്പിച്ച് ഓരോന്ന് പറയുമ്പോ അത് ചെയ്യില്ല ഇത് ചെയ്യില്ല അങ്ങനെയൊക്കെ, അതെനിക്ക് ഞാൻ പേഴ്സണലായിട്ട് പറയാം. എനിക്ക് മനസ്സിലായി, സംഭവം എന്താണെന്ന് മനസ്സിലായി.
ആ, അത് ചെയ്യാൻ അറിയില്ല, ഇത് ചെയ്യാൻ അറിയില്ല എന്നുള്ള ഓരോ കുറ്റപ്പെടുത്തലുകളല്ലേ ഉദ്ദേശിച്ചത്? ആണോ? അതല്ല, ഇത് പുതിയതാ. എന്നാ അതെന്താ? അത് ഞാൻ പറയാന്ന്, മാമിനോട് പിന്നെ പറയാന്ന്. ഓക്കെ. ഉം. കുറ്റപ്പെടുത്തലല്ലല്ലോ ഉദ്ദേശിച്ചത്. അല്ല, ഇത് വേറെ പുതിയത്. അതല്ല, പിന്നെ കൂടുതലായിട്ട് സംസാരിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സൂമില് കൺസൾട്ടേഷൻ മോഡിൽ പോവാം കേട്ടോ. ആ ആ അങ്ങനെ സൂമിൽ 1 ഹവർ ഫ്രീ ആയിട്ട് ഇൻഷാല്ല കൺസൾട്ടേഷൻ എടുക്കാം. ഞാൻ ഗൂഗിൾ ഫോം തന്നത് ഫില്ല് ചെയ്താല് അതിനുള്ള കാര്യങ്ങൾ തന്നാല് ഫ്രീ ആയിട്ട് കൺസൾട്ടേഷൻ കിട്ടും. ഉം ഉം. അത് ഞാൻ നോക്കിയിട്ട് പറയാം. ഓക്കെ. വാട്സപ്പിൽ ഇങ്ങനെ നമ്മുടെ ആ ഒരു ചാറ്റും കാര്യങ്ങളും ഒരുപാട് എന്ത് ചെയ്യുന്നില്ല, പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇനി ഒരു കൺസൾട്ടേഷൻ മോഡില് കുറച്ച് പ്രൊഫഷണൽ ആയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും സംസാരിക്കാൻ, അങ്ങനെ വിഷയങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ ഒരു സൂം സിറ്റിംഗ് വയ്ക്കുക. അതിൽ നമുക്ക് രണ്ടുപേർക്കും സംസാരിക്കാം, സൊല്യൂഷൻ മോഡിൽ പോയിട്ട് വൈൻഡപ്പ് ചെയ്യാം. പിന്നെ അതിൽ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടാവും, അത് കറക്റ്റ് കീപ്പ് ചെയ്ത് പോകണം എന്നുള്ളതാണ്. അത് പോയാൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഇതൊരു വർക്ക്ഷോപ്പാണ്, എല്ലാം ഇപ്പൊ പറയുന്നതാണെങ്കിലും എല്ലാം ഒരു വർക്ക്ഷോപ്പ് മോഡലിലാണ്. അപ്പൊ അതിന്റെ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ പറയുന്ന കാര്യങ്ങൾ കൂടി ചെയ്യണം, എന്നാൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ. ഓക്കെ, ആസിയ ലൈനിലുണ്ടോ? നസ്രിയ ഇതിനു മുന്നേ മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ടോ? രാവിലെയും വൈകിട്ടും ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ? അത് ചെയ്യുന്നുണ്ട്. അത് ബ്രീത്തിങ് അല്ലേ? മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല ഇല്ല. ഓക്കെ. ആസിയ. ഓക്കെ, ആസിയ പറഞ്ഞു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇൻഷാല്ല. അപ്പൊ നെക്സ്റ്റ് സിറ്റിംഗ് ആവുമ്പോഴത്തേക്കും നമുക്ക് കുറെ ആളുകളെ കൊണ്ടുവരണം ഇൻഷാല്ല. അപ്പോ എന്നാലും നിങ്ങൾ റെഡി ആണോ, ഫ്രീ ആണോ? എന്നാലും നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോവാം, ഒരു ഒഴിഞ്ഞ പ്ലേസിലേക്ക്. ഓക്കെ. ഓക്കെ ആണെങ്കിൽ നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോവാം കേട്ടോ. ആ ഒന്ന് ഓക്കെ. ഒന്ന് ഫ്രീ ആയിട്ട് ഒരു സ്ഥലത്തേക്ക് ഒന്ന് മാറിയിരിക്കുക, ഫ്രീ ആയിട്ട് ഇരിക്കുക. ആ ഓക്കെ. Take a deep breath in, breathe out. Take a deep breath in, breathe out. Take a deep breath in. ബ്രീത്ത് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് പതിയെ റിലീസ് ചെയ്യാം. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ. ഡീപ്പ് ഹോൾഡ് ചെയ്തിട്ട് ബ്രീത്ത് ഹോൾഡ് ചെയ്തിട്ട് റിലീസ് ചെയ്യാം. നോർമൽ ആയിട്ട് ബ്രീത്ത് എടുക്കാം. ബ്രീത്തിൽ ഫോക്കസ് ചെയ്ത് നോർമൽ ആയിട്ട് ബ്രീത്ത് എടുക്കാം. ഇനി നമുക്ക് ഒരു യാത്ര പോകാം, നമ്മളുടെ ചെറുപ്പകാലത്തിലേക്ക്. നമ്മള് നമ്മളെല്ലാവരും കുഞ്ഞായിരുന്നല്ലേ, ആ ഒരു കുഞ്ഞിലേക്ക് നമുക്കൊന്ന് പോവാം. നിങ്ങൾ ജനിച്ച ആ ഒരു സമയത്തേക്ക് നിങ്ങളുടെ ഉമ്മയുടെ മുഖം നിങ്ങൾക്ക് മനസ്സിൽ കാണാം. ഉമ്മയുടെ കയ്യിൽ നിങ്ങളാകുന്ന, നസ്രിയാകുന്ന, ആസിയയാകുന്ന നിങ്ങൾ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഉമ്മയുടെ മടിത്തട്ടില് വളരെ പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ട് നിങ്ങൾ ഇരിക്കുന്നു. മാഷാ അല്ലാ, ഇത്ര ഭംഗിയാണ് നിങ്ങളെ കാണാൻ, ഇത്ര മനോഹരമാണ്. നിങ്ങളെ നോക്കുമ്പോ തന്നെ സന്തോഷം വരുന്നുണ്ട്. മാഷാ അല്ലാ, ഇത്ര മനോഹരമാണ്. കാണുന്നവർക്കൊക്കെ സന്തോഷം. ഉമ്മ നിങ്ങളെ താലോലിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഉമ്മകൾ തരുന്നുണ്ട്, സ്നേഹം കൊണ്ട് വാരി പുണരുന്നുണ്ട്. മാഷാ അല്ലാ, നിങ്ങൾക്ക് ദൂരെ നിന്ന് അതൊന്ന് നോക്കിക്കാണാം. ആ സ്നേഹങ്ങളും സ്നേഹത്തിന്റെ കൊടുക്കലുകളും വാങ്ങലുകളും എത്ര മനോഹരമാണ് അല്ലേ? എത്ര മനോഹരമാണ് നിങ്ങളുടെ ഉമ്മയുടെ മടിത്തട്ടില് നിങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ടുള്ള ആ ഒരു
സ്നേഹം. അത് കാണാൻ എത്ര മനോഹരമാണ്, മാഷാ അല്ലാ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളാകുന്ന ആ കുട്ടിയെ നിങ്ങൾക്കൊന്ന് എടുക്കാന്? തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് ആ കുട്ടിയെ എടുക്കാം, ഹൃദയത്തോട് ചേർക്കാം, ഒന്ന് വാരിപ്പുണരാം. എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഈ സ്നേഹനിധിയായ എന്നിലെ കുട്ടിയെ. അതിനിടയിലേക്ക് മറ്റുള്ളവരുടെ ചിന്തകളും മറ്റുള്ളവരുടെ ചീത്ത പറയലുകളും അങ്ങനെ എനിക്ക് നഷ്ടമായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നഷ്ടമായിട്ടുണ്ട്. ഒരുപാട് ആ കുഞ്ഞിളം ഹൃദയത്തിലേക്ക് മുറിവുകൾ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ഹൃദയത്തിന് അസുഖങ്ങൾ ബാധിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഇഷ്ടങ്ങള് നടത്തി കൊടുക്കാതിരുന്നിട്ടുണ്ട്. എല്ലാത്തിനും ആ ഒരു കുട്ടിയോട് സോറി പറയാം. ഐ ആം സോറി സ്വാലിഹ, ഐ ആം സോറി നസ്രിയ, ഐ ആം സോറി ആസിയ. നിങ്ങളുടെ പേര് വിളിച്ചിട്ട് നിങ്ങൾക്ക് ആ കുഞ്ഞ് കുട്ടിയോട് സോറി പറയാം. പ്ലീസ് ഫോർഗീവ് മീ. ഫോർഗീവ്നെസ് ചോദിക്കാം, എനിക്ക് പുറത്തു തരാൻ വേണ്ടിയിട്ട് പറയാം. ഐ താങ്ക് യു. ഇപ്പൊ എനിക്ക് നിന്നെ കാണാൻ പറ്റിയതില് താങ്ക് യു പറയാം. അൽഹംദുലില്ലാ, ഇപ്പൊ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് നിന്നെ. ഇത്ര മനോഹരമായ ഒരു കുഞ്ഞിനെ എനിക്കിപ്പോ കാണാൻ പറ്റുന്നുണ്ട്. അൽഹംദുലില്ലാ. താങ്ക് യു, താങ്ക് യു. ഐ ലവ് യു. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ ഉള്ളിലുള്ള ഈ കുഞ്ഞിനെ, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഐ ലവ് യു. സ്നേഹം കൊണ്ട് ആ കുട്ടിയെ ഒരുപാട് തലോടാം. എന്തൊക്കെ അതിനോട് പറയാനുണ്ടോ, അതിനൊന്ന് സ്നേഹിക്കാം. എവിടെയൊക്കെയോ അതിനെ നമ്മള് മൈൻഡ് ചെയ്യാതെ പോയിട്ടുണ്ട്. പല ആളുകളുടെയും കുറ്റപ്പെടുത്തലുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളിൽ വച്ചിട്ട് അത്രയും പ്യുവറായിട്ടുള്ള സെൽഫിനെ നമ്മൾ എവിടേക്കോ അതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് കയറിയിട്ട് ഇംപ്യൂർ ആയി പോയിട്ടുണ്ട്. എല്ലാത്തിനും സോറി പറയാം, അതിനൊന്ന് മാക്സിമം സ്നേഹിക്കാം. ഏറ്റവും വലിയ ഹീലിംഗ് ആയിട്ടുള്ള, നമ്മൾ ജനിച്ചപ്പോൾ മുതൽ നമുക്ക് ഏറ്റവും വലിയ ശമനമായിട്ടുള്ള നമ്മളുടെ ഉമ്മയുടെ ആ ഒരു താരാട്ട് പാട്ടിലൂടെ നമുക്ക് ആ കുഞ്ഞിന്റെ വേദനകളൊക്കെ മാറ്റി കൊടുക്കാം. ഹസ്ബി റബ്ബി ജല്ലല്ലാ മാ ഫീ ഖൽബി ഗൈറുല്ലാ നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ഒരു കുട്ടിയെ തലോടി അതിനെ സ്നേഹത്തോടു കൂടി വാരി പുണർന്നിട്ട് അതിനെ ചേർത്ത് വയ്ക്കാം. ഇനി ഏറ്റവും നന്നായിട്ട് അതിനെ ടേക്ക് കെയർ ചെയ്യും എന്നുള്ള ആ ഒരു ഉറപ്പോട് കൂടിയിട്ട് ആ ഒരു കുഞ്ഞിന് സ്നേഹ ചുംബനങ്ങൾ നൽകിയിട്ട് ഇരിക്കാം. അൽഹംദുലില്ലാ, ഇത്രയും മനോഹരമായ ഒരു കുഞ്ഞ് എൻ്റെ ഉള്ളിലുള്ളതായിട്ട് മനസ്സിലായതിനും ഒക്കെ നന്ദി റബ്ബിനോട് പറഞ്ഞിട്ട്, ഇപ്പൊ എൻ്റെ ഈ ഒരു കുഞ്ഞിനെ എനിക്ക് കാണിച്ചു തന്നതില് എൻ്റെ റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് അൽഹംദുലില്ലാ 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 പറഞ്ഞിട്ട് നിങ്ങളുടെ ബ്രീത്തിൽ ഫോക്കസ് ചെയ്യാം. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നോർമലായിട്ട് ബ്രീത്ത് എടുത്തിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു മെഡിറ്റേഷനിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാം. മെഡിറ്റേഷനിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ആക്കിയിട്ട് എന്താണ് ഇന്നത്തെ ഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം.
കഴിഞ്ഞോ? ആ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റിയോ? കുഞ്ഞിനെ കണ്ടോ? ആ കണ്ട് സങ്കടം വരുന്നു. ഇൻഷാ അല്ലാ. എന്തായാലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതുപോലെ നമ്മുടെ ഉള്ളിലേക്കൊന്ന് നോക്കാം. നമ്മുടെ ഉള്ളിലുണ്ട് ആ ഒരു കുഞ്ഞു സെൽഫ്. അപ്പോൾ അതിനെ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ. ഇൻഷാ അല്ലാ. എന്തായാലും നമ്മൾ പറഞ്ഞതും കേട്ടതും ഒക്കെ റബ്ബിന്റെ അടുക്കൽ സ്വീകരിക്കുന്ന നല്ലൊരു സ്വാലിഹായ അമലാക്കിയിട്ട് മാറ്റട്ടെ. ആസിക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്താൽ വലിയ ഉപകാരമായിരുന്നു. ചാറ്റ് ബോക്സിൽ ആക്റ്റീവാണ്, പക്ഷെ വോയിസിൽ വരില്ല. എന്താ കാര്യം എന്താ? ഓക്കെ, ഇൻഷാല്ല. എന്തായാലും ഓക്കെ. അപ്പൊ വരില്ലാന്ന് ദൃഢപ്രതിജ്ഞ എടുത്തിട്ട് ഏഹ് വരില്ല എന്നുള്ള ദൃഢപ്രതിജ്ഞ എടുത്തിട്ട് വന്നിരിക്കുന്നതാണെന്ന് തോന്നുന്നു ആസിയ. ഓക്കെ, ഇൻഷാല്ല. എന്തായാലും നമുക്ക് എന്നാലും വൈൻഡപ്പ് ചെയ്യാം കേട്ടോ, ഇൻഷാല്ല. അപ്പൊ എല്ലാവരും പരസ്പരം ദ്വാരയിലൊക്കെ ഉൾപ്പെടുത്തുക. പറ്റുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോയിന്റ് എങ്കിലും ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാമിലീസിലേക്കും, അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ നിങ്ങൾക്ക് അറിയാലോ, അങ്ങനെയുള്ള ആളുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ആളുകൾ വന്നു അപ്പോഴായിരിക്കും എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് പറയാനും കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ കൊടുക്കാനും ഒക്കെ പറ്റുക, ഇൻഷാല്ലാ. അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ കൊണ്ടുവരിക. അപ്പോ ഇൻഷാല്ലാ നമുക്ക് എന്നാലും വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും പരസ്പരം ദുആയിലൊക്കെ ഉൾപ്പെടുത്തുക കേട്ടോ, ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സലാം.